ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഗോൾഡിൻ്റെ കറൻ്റ് ഒരു റിജക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഏരിയ നിയർ ബൈ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. സോ ആ ഒരു റിജക്ഷൻ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് ഫോള് വീഴുമോ അതോ ഒന്നുകൂടി മേലോട്ട് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം ഇന്ന് നമുക്കൊരു മേജറായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. പോലിൻ്റെ ഒരു സ്പീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കേസസിൽ നോക്കിയിട്ടുമ്പോൾ അതായത് ടെക്നിക്കൽ സൈഡ്സിലോട്ട് നോക്കണം. കാരണം ഫണ്ടമെൻ്റൽ സൈഡ്സ് ഈ വീക്ക് കംപ്ലീറ്റ്ലി നല്ലൊരു മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. മാർക്കറ്റ് ന്യൂസസ് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം ഈ വീക്ക് മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, മേജറായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെയാണ് റിഫ്ലക്റ്റ് ചെയ്യണത്. അപ്പോൾ ആ ഒരു ഫണ്ടമെൻ്റൽ റിയാക്ഷൻസിൻ്റെ ബേസിൽ മാർക്കറ്റ് ഫോള് വീഴാനുള്ളൊരു പോസിബിലിറ്റി തന്നെയാണ് നമ്മൾ കറൻ്റ് മാർക്കറ്റിൽ കാണുന്നത്. ആസ് എ ടെക്നിക്കൽ സിനാരിയോസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴാണെങ്കിലും ഡെയിലി ചാർട്ടിൽ നമ്മൾ മാർക്കറ്റ് അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റിജക്ഷൻ ഏരിയ നിയർ ബൈ റീച്ച് ആയിട്ടുണ്ട്. 2000 ഇന്നലെ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും നല്ലൊരു പ്രോഫിറ്റ് ഇന്ന് ഏർലി മോർണിംഗ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2940 എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ടാർഗറ്റ്. ആ ഒരു 943 റേഞ്ചിലേക്ക് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ട് ഒരു സഡൻ ഫോൾ വീണിട്ടുണ്ടായിരുന്നു. ദെൻ മാർക്കറ്റ് ഇപ്പോൾ കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം മാർക്കറ്റിലൊരു ലോ വോളിയം മൂവ്മെൻറ്റും. പക്ഷേ സ്റ്റിൽ ഇൻ ദി ഏരിയയിൽ നമുക്കൊരു പ്രോപ്പറായിട്ടൊരു സെല്ലിംഗ് കൺഫർമേഷൻ കിട്ടിയോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രക്ചർ ബേസിൻ്റെ അതായത് സ്ട്രക്ചർ ബ്രേക്കിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു സെൽ വോളിയം കിട്ടിയിട്ടില്ല. അതായത് ഒരു മേജർ സെല്ലിനുള്ള കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ പോലും ഒരു സെൽ ഇൻഡിക്കേഷനുള്ളൊരു ചാൻസസ് കാണിക്കുന്നുണ്ട്. കാരണം വോളിയം കൺവേർട്ട് ആയിട്ടുണ്ട് സെൽ വോളിയത്തിലോട്ട്. പക്ഷേ ഈ ഒരു മൂവ്മെൻറ്റത്തിൽ നമുക്കൊരു പ്രോപ്പറായിട്ടൊരു ട്രേഡ് കിട്ടാതെ നമ്മൾ ആ ഒരു ഹോൾഡിംഗ് സെൽസ് എന്തായാലും പിടിക്കുന്നില്ല. കാരണം കറൻ്റ്ലി മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബൈ പോകാനുള്ള ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് മാർക്കറ്റ് എങ്ങനെയാണ് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർട്ടിലോട്ട് നോക്കാം. നമ്മൾ 12 അവർ ചാർട്ടാണ് ഇപ്പോൾ നോക്കുന്നത്. ഈ ഒരു സിനാരിയോ വെച്ചിട്ട് മാർക്കറ്റ് റിജക്ഷൻ ഓൾമോസ്റ്റ് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. ചാർട്ട് ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു കണ്ടീഷനിൽ മാർക്കറ്റ് ഏകദേശം റീച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിന്നൊക്കെ ഫോളോ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെയിലി സെഗ്മെൻറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡെയിലി സെഗ്മെൻറ്റിൽ ഒരു പ്രഷറിന് ശേഷം ഡൗൺ പ്രഷറാണ് നമുക്ക് ക്രീപ്പ് ചെയ്തേക്കുന്നത്. ഈ ഒരു കണ്ടീഷൻസിന് വെച്ച് നോക്കുന്ന സിനാരിയോയിൽ ഒരു ഡൗൺ പ്രഷർ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഫോൾ വീഴാനുള്ള പോസിബിലിറ്റി നമുക്ക് ഉറപ്പായിട്ടുമുണ്ട്. സോ ഈ ഒരു കൺഫർമേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു വേറൊരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് സ്വിംഗ് ഹൈസ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ലെവൽ ഓഫ് സപ്പോർട്ട് കീപ്പ് ചെയ്തേക്കാണ്. അതായത് നമുക്കൊരു മേജർ സപ്പോർട്ട് എന്നൊരു ഏരിയയിൽ നമുക്ക് 2899 അല്ലെങ്കിൽ 2896 എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ സോൺസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സോൺ മേജർ സപ്പോർട്ടിങ് ഏരിയ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാറ് ഒരു മേജർ സെല്ലിലേക്ക് മാർക്കറ്റ് പോകുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ആ ഒരു കണ്ടീഷൻ നോക്കുന്ന സിനാരിയോയിൽ ഈ ഒരു ലെവൽസ് ഓഫ് സപ്പോർട്ട് പിടിച്ചിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സിനാരിയോയിലാണ് മാർക്കറ്റ് പമ്പ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു റിജക്ഷൻ കണ്ടിന്യൂ ചെയ്യണം അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷവും നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പിക്കാം മാർക്കറ്റ് ഫോൾ ആണെന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ 2897 എന്ന് പറയുന്ന ഈ ലെവൽ ബ്രേക്ക് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, അഷ്യൂർഡായിട്ട് പറയാം മാർക്കറ്റ് ഡ്രോപ്പ് ആണെന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പമ്പ് ചെയ്ത് കയറാനുള്ള ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം ഒരു 1 അവർ അനാലിസിസ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ പ്രോപ്പർലി ഇതൊരു നല്ലൊരു സപ്പോർട്ടിങ് ഏരിയ ആണ്. അതേപോലെ തന്നെ മൈനർ സപ്പോർട്ടിങ് കേസിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ ഓഫ് സപ്പോർട്ടും ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ഇന്നലെ നമ്മളൊരു ബൈ എടുത്ത ട്രേഡ് അവിടെ നിന്നായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, ഒരു പാറ്റേൺ ബേസ് ചെയ്തൊരു ട്രേഡ് കാര്യങ്ങളൊക്കെ ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു മാർക്കറ്റ് പമ്പ് ചെയ്തിരിക്കുന്ന സ്പെസിഫൈഡ് ഏരിയ നമുക്കൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. സോ ഈ ഒരു ഏരിയയിൽ ഒരു മാനിപ്പുലേഷന് ശേഷം അല്ലെങ്കിൽ ഒരു മേജർ ഒരു കണ്ടീഷൻ ഫോർമേഷന് ശേഷം ഒരു സപ്പോർട്ട് എടുത്തിട്ടായിരിക്കണം മാർക്കറ്റ് ഒന്നുകൂടി പമ്പ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിജക്ഷൻ ലെവലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് എക്സാക്ട്ലി മാർക്കറ്റ് ഒന്നുകൂടി മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് റിജക്ഷൻ ലെവലായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇത് നമുക്കൊരു അഷ്യൂർഡ് റിജക്ഷൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് സെൽ വോളിയം കാരണം എന്ന് പറയാനായിട്ട് ന്യൂസസും കാര്യങ്ങളും നല്ല ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. സോ ഇന്നൊരു സെൽ വോളിയം ഇതിന് താഴേക്ക് ക്രീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു 2896 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസിങ്ങിന് താഴേക്ക് മാർക്കറ്റ് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ സെൽ വോളിയം കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് വളരെ അധികമാണ്. അപ്പോൾ ഈ ഒരു ലെവൽ ഓഫ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം നിർബന്ധമില്ല. നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ലെവൽ ഓഫ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്താലും അതൊരു ഹൈ വോളിയത്തിൽ ഡൗൺ ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യുക, സെൽ വോളിയം കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് അധികമാണ്. സോ അവിടെ നിന്ന് നമുക്കൊരു സെല്ല് ചെയ്യാം. ഇവിടെ നമ്മൾ ചെറിയൊരു സെല്ല് മേക്ക് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഒരു റിജക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് ചെറിയൊരു സെല്ല് എടുത്താണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മുടെ മേജർ സെല്ലിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഉറപ്പിക്കത്തുള്ളൂ മാർക്കറ്റ് ബ്രേക്ക് ആയിന്ന്. കാരണം ഇവിടെ നമുക്കൊരു പ്രീവിയസിങ് ഹൈ ബ്രേക്ക് എന്ത് ചെയ്യുക, റെസിസ്റ്റൻറ്റ് ലെവലിൽ വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്തു. അതിനുശേഷം ഒരു
ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഫോർമേഷൻ ചെയ്തു. സോ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, നമ്മളൊരു ടൈറ്റ് സ്റ്റോപ്പ് ലോസിൽ ചെറിയൊരു സെല്ല് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതല്ല മേജർ സെല്ല് ഞാൻ കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ ഒരു ബേസിക് സെല്ലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമുക്കൊരു ഇൻ കേസ് ഒരു ഡൗൺ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാച്ച് ചെയ്യാതിരിക്കാൻ പറ്റരുത്. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു സെല്ല് ചെയ്തതാണ്. സോ ഈ ഒരു സെൽ മൂവ്മെൻറ്റത്തിന് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ടിങ് ഏരിയ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൻ കേസ് നല്ലൊരു വോളിയം മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ബുക്ക് ചെയ്യാൻ പറ്റും താഴേക്ക് ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. എന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസിബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് സ്റ്റിൽ ഇൻ ദ സെൽ വോളിയം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഹയർ ടൈം ഫ്രെയിംസിലോട്ട് നോക്കുമ്പോൾ ഒരു ബൈയിങ് പ്രഷർ തന്നെ മാർക്കറ്റിലുണ്ട്. സോ ഇവിടെ ഒരു മാനിപ്പുലേഷൻ, അതായത് മാർക്കറ്റ് എന്ത് ചെയ്തു, ക്യാൻഡിൽ ക്ലോസ് വരാതെ, അതായത് ഒരു 1 hour ക്യാൻഡിൽ ക്ലോസ് വരാതെ മാർക്കറ്റ് ഒരു ഹൈ മൂവ്മെൻറ്റത്തിൽ താഴേക്ക് ഡിപ്പ് ചെയ്തിട്ട്, അതായത് ഈ ഒരു മൂവ്മെൻറ്റ് ഡിപ്പ് ചെയ്ത് ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഇതിന് മേലെ ക്ലോസ് ചെയ്താലും മാർക്കറ്റ് ഒന്നുകൂടി പമ്പ് ചെയ്ത് മേലെ പോകാനുള്ള പോസിബിലിറ്റീസ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു ഫില്ല് ചെയ്യാതെ കിടക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു മാനിപ്പുലേഷൻ പോസിബിലിറ്റിയാണ്, അതേപോലെ തന്നെ ബ്രേക്ക് തരാനുള്ള ഒരു പോസിബിലിറ്റിയാണ്. സോ ഈ ഒരു 2 കൺസിഡറേഷൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു സെല്ല് എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് അഷ്യൂർഡ് ആയിട്ട് പറയാൻ പറ്റത്. സോ ഈ ഒരു ലെവൽ ഓഫ് സപ്പോർട്ടിൻ്റെ സ്റ്റോപ്പ് ലോസുകൾ ഉണ്ടാവും. കാരണം നിങ്ങൾക്കറിയാം 1, 2, 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്താക്കിയാണ്. സോ ഈ ഒരു സ്റ്റോപ്പ് ലോസ് വൈപ്പിങ്ങിന് ശേഷം മേ ബി ഇങ്ങനെ ഒരു ഫോൾ വന്ന് ഈ ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എഗെയിൻ മാർക്കറ്റ് പമ്പ് ചെയ്ത് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ദെൻ അതിന് ശേഷം ഒരു 940, 950 റേഞ്ചിലേക്ക് വന്നിട്ട് എഗെയിൻ റിജക്ഷൻ തരാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഇന്നെന്തായാലും നോക്കിയിരിക്കുക, നമുക്കൊരു വലിയൊരു ഫോള് എന്ന് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ പ്രകാരം ഇതിന് താഴെ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടണം. അതായത് ഈ ഒരു സപ്പോർട്ടിന് താഴെ നമുക്കൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു സെല്ല് എടുക്കാം, ടൈറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സെല്ലിന് ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ ഫോം ആവും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡ്രോപ്പും കൂടി ഉറപ്പായി കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ക്വാണ്ടിറ്റി ഓഫ് സെല്ലിങ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു 2 സെഗ്മെൻറ്റാണ് നമ്മൾ നോക്കുന്നത്. മാർക്കറ്റ് എന്താണ് ഇവിടെ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് വേണം സെൽ ട്രേഡ്സ് ഇനി ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട്. കാരണം ഇനി ബൈ ട്രേഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടൈറ്റ് സ്റ്റോപ്പ് ലൂസിലായിരിക്കണം ഇനി ക്രൂഷ്യലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അറ്റ് എനി ടൈം മാർക്കറ്റ് ഡൗൺഫോൾ വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു ബൈ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ടൈറ്റ് സ്റ്റോപ്പ് ലോസിൽ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അതൊരു ക്രൂഷ്യൽ ലെവലായി, റിജക്ഷൻ ലെവലായിട്ട് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് നോക്കാം, ഈ ഒരു ഏരിയ എത്തിയതിന് ശേഷം മാനിപ്പുലേഷൻ ആണോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ഇല്ല 1 hour ക്യാൻഡിൽ താഴെ ബ്രേക്ക് ചെയ്തിട്ട് ഡൗൺ ട്രെൻഡ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ആണോ എന്ന് നമുക്ക് എന്തായാലും നോക്കി നോക്കാം. സോ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസും മാർക്കറ്റ് സിഗ്നൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അനാലിസിസ് ബേസ്ഡ് ആയിട്ടുള്ള അനാലിസിസുകളായിട്ടും നിങ്ങൾക്ക് കാണുന്നതിനും പഠിക്കുന്നതിനും ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്ത ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ കിട്ടിയ പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന പോലെ മാർക്കറ്റ് ചാർട്ട് ബേസ്ഡ് ആയിട്ട് തന്നെ ആയിരിക്കും അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് വരിക. സോ ഇത് എന്തുകൊണ്ടാണ് ഒരു ബൈ എടുത്തത്, അല്ലെങ്കിൽ എവിടെ വരെ ടാർഗറ്റ് വെക്കാൻ പറ്റും, അതിനുള്ള എക്സ്പ്ലനേഷൻസ് കാര്യങ്ങൾ നമ്മുടെ ലൈവുകളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസിനും കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനകത്ത് മാർക്കറ്റ് അനാലിസിസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടും. അതായത് ടാർഗറ്റ് ട്രേഡ് എങ്ങനെ എടുത്തു, അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എങ്ങനെ സെറ്റ് ചെയ്തു, ഇതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതേപോലെ ടാർഗറ്റ്സ് എങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റി, അങ്ങനെയുള്ള കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ വിത്ത് പിക്ചറൈസേഷൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. സോ സി യു.